ഇത് വെറും ഒരു ഗാർഡനിങ് അല്ല കേട്ടോ. മിത്രപ്പൊന്ന് അംഗൻവാടി കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ കിടന്ന പൈപ്പ് എടുത്ത് ചെടി നനയ്ക്കാൻ തുടങ്ങിയതാ. കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യാനും കാണാനും ഒക്കെ വലിയ കൗതുകം ഉണ്ടാവും അല്ലേ? സത്യത്തിൽ അവർക്ക് അതിനൊന്നും അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ടാണ് അവർ ഈ സ്ക്രീനിലേക്കൊക്കെ ഒതുങ്ങിപ്പോകുന്നത്. ചെടികൾക്കും ജീവനുണ്ടെന്നും അവയ്ക്ക് വെള്ളം കൊടുത്താലേ പൂക്കളും പൂമ്പാറ്റകളും ഉണ്ടാകുമെന്നും ഈ പ്രായത്തിൽ തന്നെ നിങ്ങൾ അവരോടൊന്ന് പറഞ്ഞു നോക്കൂ. മറ്റേത് പ്രായക്കാരെക്കാളും അവർക്കത് കൃത്യമായിട്ട് മനസ്സിലാവും. കാരണം പ്രകൃതിയോട് കുശലം പറഞ്ഞും പൂക്കളോടും കിളികളോടും കൂട്ടുകൂടിയുമാണ് ഓരോ കുഞ്ഞും വളരുന്നത്. അപ്പോൾ പിന്നെ പ്രകൃതിയെ മനസ്സിലാക്കാൻ ഇതിലും നല്ല പ്രായം വേറെ ഉണ്ടോ? ഭാവിയിൽ പ്രകൃതിയും ജീവനും നശിപ്പിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അവർ മാറി നിൽക്കുകയും ചെയ്യും. കുഞ്ഞു കൈകളിൽ വെള്ളം പിടിച്ച് അവർ പഠിക്കുന്നത് കെയർ കൊടുക്കലാണ്. ഒരു തുള്ളി വെള്ളം വീഴുമ്പോൾ ഒരു ജീവൻ മുളയ്ക്കുന്നുണ്ടെന്ന് അവരും മനസ്സിലാക്കട്ടെന്നേ. അതിലൂടെ സ്നേഹവും ക്ഷമയും ഉത്തരവാദിത്ത ബോധവുമെല്ലാം അവരിൽ ഉടലെടുക്കും. അവരുടെ കൂടെ കൂടി ഇങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ സത്യത്തിൽ നമുക്കും പ്രകൃതിയോട് അടുപ്പം തോന്നും. അതുവരെ തോന്നാത്തൊരിഷ്ടം. എല്ലാവർക്കും ശുഭദിനം നേരുന്നു.